തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞു വീണ് മരിച്ചെന്ന പരാതിയിൽ ഇടപെട്ട ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അടിയന്തരമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ഗുരുതരാവസ്ഥയിലെത്തിയ രോഗി ക്യൂ നിൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തണം. വീഴ്ചയ്ക്ക് കാരണക്കാരായ ജീവനക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കെത്തിയ നെയ്യാറ്റിങ്കര സ്വദേശി രാജേഷ് കുമാറാണ് കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ് മരിച്ചത്. നെഞ്ചുവേദനയാണെന്ന് അറിയിച്ചിട്ടും രാജേഷിനോട് ക്യൂ നിൽക്കാൻ അധികൃതർ നിർദ്ദേശിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. അരമണിക്കൂറോളം ക്യൂവിൽ നിന്ന ശേഷമാണ് രാജേഷ് കുമാർ കുഴഞ്ഞു വീണത് എന്ന് ബന്ധുക്കൾ പറയുന്നു. കോഴിക്കോട് ഓമശ്ശേരിയിൽ ജീവനക്കാരന്റെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച മോഷണശ്രമം. പ്രതിയെ നാട്ടുകാർ കൈയോടെ പിടികൂടി. ചെമ്പുകടവ് സ്വദേശി ടോണി ജോണിനെയാണ് പിടികൂടിയത്. താമരശ്ശേരി റോഡിലെ ജനനന്മ സൂപ്പർ മാർക്കറ്റിലാണ് സംഭവമുണ്ടായത്. സ്കൂട്ടറിലെത്തിയ യുവാവാണ് സൂപ്പർ മാർക്കറ്റിൽ കയറി മോഷണത്തിന് മുതിർന്നത്. ക്യാഷറുടെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച ശേഷം പണം കവരാനായിരുന്നു പ്രതിയുടെ ശ്രമം. എന്നാൽ ജീവനക്കാരുടെ സംയോജിത ഇടപെടലിലൂടെ പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു.